Welcome to another session on preparation of steel structural drawings. സ്റ്റീൽ ബിൽഡിങ്ങുകളിൽ സ്റ്റീൽ കോളംസ് യൂസ് ചെയ്യും, അതുപോലെ സ്റ്റീൽ ബീംസും യൂസ് ചെയ്യും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സ്റ്റീൽ കോളവും അതുപോലെ ഒരു സ്റ്റീൽ ബീമും ഇത് തമ്മിൽ വരുന്ന ഒരു കണക്ഷൻ, ആ കണക്ഷൻ ഡീറ്റെയിൽ ഡ്രോയിങ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റീൽ ബിൽഡിങ്ങുകളെ സംബന്ധിച്ച് ഈ കണക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് വെൻ കമ്പയറിങ് ടു കോൺക്രീറ്റ് ബിൽഡിങ്സ്. കോൺക്രീറ്റിന് കണ്ടിന്യൂസ് കാസ്റ്റിംഗ് വരുന്നതുകൊണ്ട് കണക്ഷൻ നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. വേറാസ് ഇൻ ദ കേസ് ഓഫ് സ്റ്റീൽ ബിൽഡിങ്സ് ഓരോ ഇൻഡിവിജ്വൽ മെമ്പേഴ്സും ബീം, കോളം അതെല്ലാം ഓരോ പീസുകളായിട്ടാണ് കട്ട് ചെയ്ത് സൈറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ദെൻ സൈറ്റിലിത് ബോൾട്ട് ചെയ്തോ അല്ലെങ്കിൽ വെൽഡ് ചെയ്തോ കണക്ട് ചെയ്ത് ഇറക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ക്ലാസ്സിൽ ഒരു ബീമും മറ്റൊരു ബീമും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള കണക്ഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ രണ്ടാമത്തെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, ഒരു വലിയൊരു ബീം ഇങ്ങനെ ഈ ഡയറക്ഷനിൽ റൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വളരെ ഡെപ്ത് കൂടിയൊരു ബീമാണ്, ഇത്രയും വലിയ ഡെപ്ത് ഉണ്ട്. ഈ ബീമിനെ നമ്മൾ മെയിൻ ബീം എന്ന് പറയാം. അതുപോലെ ആ മെയിൻ ബീമിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്ന ചെറിയ ബീമുകൾ 3-4 1 2 3 അങ്ങനെ. അപ്പോൾ ഈ ചെറിയ ബീമുകളെ നമുക്ക് സെക്കൻഡറി ബീംസ് എന്ന് പറയാം. ഇത് തമ്മിലുള്ള കണക്ഷൻ, മെയിൻ ബീമും സെക്കൻഡറി ബീമും തമ്മിലുള്ള കണക്ഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അത് ബോൾട്ട് യൂസ് ചെയ്തിട്ടുള്ള കണക്ഷനാണ് പറയാൻ പോകുന്നത്. അതായത് ഇവിടെ നോക്കുക, ഡ്രോ ദ എലിവേഷൻ ആൻഡ് ക്രോസ് സെക്ഷൻ ഓഫ് എ സെക്കൻഡറി ബീം ടു മെയിൻ ബീം കണക്ഷൻ. ഈ ഫോട്ടോഗ്രാഫ് നോക്കുകയാണെങ്കിൽ 2 ബീമുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബീം ടു ബീം കണക്ഷനാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ബീം അത് മെയിൻ ബീമാണ്, അത് ഐ സെക്ഷനാണ്. രണ്ടാമത്തെ ബീമും ഐ സെക്ഷൻ തന്നെയാണ്. മെയിൻ ബീമിന് നമ്മൾ പ്രൈമറി ബീമെന്നും പറയാറുണ്ട്, രണ്ടും സെയിം മീനിങ് ആണ്. സെക്കൻഡറി ബീമിന്, ഇതാണ് സെക്കൻഡറി ബീം, ഇതിന് ക്രോസ് ബീമെന്നും പറയാറുണ്ട്. ലോഡ് ആദ്യം ക്രോസ് ബീമിലേക്കാണ് വരുന്നത്, അതിനുശേഷം അവിടെ നിന്ന് ഈ കണക്ഷൻ വഴി മെയിൻ ബീമിലേക്ക് പോവുകയും മെയിൻ ബീമിൽ നിന്ന് അതിൻ്റെ എൻഡിലുള്ള കോളം വഴി ഫുട്ടിങ്ങിലേക്ക് പോവുകയും, അതാണ് ഈ ലോഡിൻ്റെ ഒരു പാത്ത് എന്ന് പറയുന്നത്. മെയിൻ ബീമിൻ്റെ ഡെപ്ത് സാധാരണഗതിയിൽ സെക്കൻഡറി ബീമിനേക്കാളും കൂടുതലായിരിക്കും. അതായത് സെക്കൻഡറി ബീമിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും മെയിൻ ബീമിനേക്കാളും. ചില കേസുകളിൽ 2 ഹൈറ്റും ഈക്വലായിട്ട് വരാറുണ്ട്, സെയിം സെക്ഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 ഹൈറ്റും സെയിം തന്നെയായിരിക്കും. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ നോട്ട് ചെയ്യാനുള്ളത്, 2 ബീമുകളുടെയും ടോപ്പ് മിക്കവാറും സെയിം ലെവലിൽ തന്നെയായിരിക്കും നിർത്തേണ്ടത്. അതായത് നമുക്കിതിൻ്റെ മുകളിൽ ഒരു ഫ്ലോറ് കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ കോൺക്രീറ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ, സ്റ്റീൽ പ്ലേറ്റ് തന്നെ വെച്ചിട്ടൊരു ഫ്ലോറ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ 2 ബീമുകളുടെയും ടോപ്പ് സെയിം ലെവലിലായിരിക്കണം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ചില കേസുകളിൽ, ഫ്ലോർ ഇല്ലാത്ത കേസുകളിൽ ചിലപ്പോൾ ഈ സെക്കൻഡറി ബീം എൻറ്റയർലി മെയിൻ ബീമിൻ്റെ മുകളിൽ വെച്ചും കണക്ഷൻ കൊടുക്കാറുണ്ട്. ആ കണക്ഷൻ അല്ല ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെക്കൻഡറി ബീം കുറച്ച് താഴത്തോട്ട് മാറ്റിയിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. അതല്ല ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ വരയ്ക്കാൻ പോകുന്നത് 2 ബീമുകളുടെയും ടോപ്പ് സെയിം ലെവലിൽ വരുന്ന കണക്ഷൻസ് ആണ്. ഇവിടെ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, ഇവിടെ ഷിയറാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് സെക്കൻഡറി ബീമിൽ നിന്ന് മെയിൻ ബീമിലേക്ക്. അപ്പോൾ വെബ് പ്ലേറ്റ് ആംഗിളാണ് സാധാരണഗതിയിൽ അതിന് യൂസ് ചെയ്യുന്നത്, ഒരു പീസ് ഓഫ് ആംഗിൾ. അപ്പോൾ ഈ ആംഗിൾ സെക്ഷൻ ക്വസ്റ്റിനകത്തൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ യൂസ് ചെയ്യാവുന്ന ഒരു സെക്ഷനാണ് 90/90/8 എന്നുള്ളത്. 2 എന്ന് പറയുന്നത് 2 നമ്പേഴ്സ് യൂസ് ചെയ്യണമെന്നാണ്. അതായത് ഇപ്പം നമ്മൾ ഈ കാണുന്ന ആ ഒരു ഫേസിൽ
ഇത് ആക്ച്വലി ഈ ഒരു ആംഗിൾ സെക്ഷൻ സെക്കൻഡറി ബീമിൻ്റെ വെബും, അതായത് ഇതാണ് സെക്കൻഡറി ബീമിൻ്റെ വെബ്, അതുപോലെ പ്രൈമറി ബീമിൻ്റെ വെബുമായിട്ടുമാണ് കണക്ട് ചെയ്യുന്നത് ഈ ഒരു ആംഗിൾ യൂസ് ചെയ്തിട്ട്. ഇവിടെ നമ്മൾ ബോൾട്ടുകളാണ് യൂസ് ചെയ്യുന്നത്. 3 ബോൾട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് സെക്കൻഡറി ബീമിൻ്റെ വെബിലൂടെ പോകുന്ന. അതുപോലെ ഇനിയൊരു 3 ബോൾട്ട് കൂടെ മെയിൻ ബീമിൻ്റെ വെബിലേക്ക് ഒരു 3 ബോൾട്ട് കൂടി കൊടുക്കണം. അപ്പോൾ ഈ കാണുന്നത് ഒരു ക്ലീറ്റ് ആംഗിളും, ഇതിൻ്റെ മറുവശത്ത് സെക്കൻഡറി ബീമിൻ്റെ മറുവശത്ത് ഇതുപോലെ തന്നെ സിമെട്രിക്കൽ അറേഞ്ച്മെൻറ്റിൽ ഒരു ക്ലീറ്റ് ആംഗിളും കൂടി യൂസ് ചെയ്തിട്ടുണ്ടാവും സാധാരണഗതിയിൽ. അത് സ്ട്രക്ചറിനൊരു സിമെട്രി കൊണ്ടുവരാനായിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ 2 ISA എന്ന് എഴുതിയിരിക്കുന്നത്. സാധാരണ അങ്ങനെയാണ് ഫോളോ ചെയ്യാറ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ 3 ബോൾട്ടുകൾ ആ രണ്ടാമത്തെ ക്ലീറ്റ് ആംഗിളിനെ കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വേറൊരു 3 ബോൾട്ടും കൂടി ഇവിടെ വേണം. സോ ടോട്ടലി 6 ബോൾട്ട് വരും. ഇത് കൂടാതെ ഒരു 3 ബോൾട്ടും കൂടി അതർ സൈഡിൽ വരും ഇതിന് സിമെട്രിക്കലായിട്ട്. ഇതുപോലെ തന്നെ ബോൾട്ട് കണക്റ്റിംഗ് ക്ലീറ്റ് ആംഗിൾ വിത്ത് ദ പ്രൈമറി ബീം വെബ്. അപ്പോൾ ടോട്ടലി 9 ബോൾട്ടുകളാണ് ഈ ഒരു കണക്ഷന് വേണ്ടി വരുന്നത്. ഇനി വേറൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, സെക്കൻഡറി ബീമിൻ്റെ ഫ്ലാഞ്ച്, ഈ ഫ്ലാഞ്ച് ആക്ച്വലി ബോട്ടം ഫ്ലാഞ്ച് അല്ല, ടോപ്പ് ഫ്ലാഞ്ച്. ആക്ച്വലി ഇവിടെ ഒരു കട്ട് ചെയ്യേണ്ടി വരും. ഈ ഷേപ്പിലായിരിക്കും സെക്കൻഡറി ബീമിൻ്റെ പ്രൊഫൈൽ ഇരിക്കുക. അപ്പോൾ ഇത്രയും പോർഷൻ ഇവിടെ കട്ട് ചെയ്യേണ്ടി വരും. അത് കാരണം ഈ മെയിൻ ബീമിൻ്റെ ഫ്ലാഞ്ചുമായിട്ട് അത് ക്രോസിങ് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രമേ സെക്കൻഡറി ബീമിനെ നമുക്ക് ഈ കണക്ഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് ഈ ഡയഗ്രം നോക്കുക, ഇതിനകത്ത് മെയിൻ ബീം ഇതാണ് സെക്കൻഡറി ബീം. ഞാൻ ഒരു കാര്യം പറഞ്ഞത്, മെയിൻ ബീമിൻ്റെയും സെക്കൻഡറി ബീമിൻ്റെയും ടോപ്പ് ലെവൽസ്, ടോപ്പ് ഓഫ് ദ 2 ബീംസ് ഷുഡ് ബി അറ്റ് ദ സെയിം ലെവൽ. ഒരു പെർഫെക്റ്റ് ഒരു ഫ്ലോറ് ചെയ്യാവുന്ന രീതിയിൽ സെയിം ലെവലിലായിരിക്കണം. ബോട്ടം അങ്ങനെ ആയിരിക്കില്ല, ഡെപ്ത് വേറെ ആയതുകൊണ്ട്. ഇനി രണ്ടാമത് നോക്കേണ്ട കാര്യം, ഈ സെക്കൻഡറി ബീമിൻ്റെ ടോപ്പ് ഫ്ലാഞ്ച് അത് ഇത്രയും പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ ഇവിടെ ഇൻസേർട്ട് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. കാരണം അതല്ലെങ്കിൽ ഈ ഫ്ലാഞ്ച് മെയിൻ ബീമിൻ്റെ ഫ്ലാഞ്ചിൽ വന്ന് ഇടിച്ച് അവിടെ നമുക്കിത് ഈ അറേഞ്ച്മെൻറ്റിൽ വെക്കാൻ കഴിയില്ല. ഇത് ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഇവിടെ നോക്കുക. സീ ദ ബോട്ടം ഫ്ലാഞ്ചിൻ്റെ ലെങ്ത്ത് നോക്കൂ. ഈ എൻഡിൽ നിന്ന് ഈ ബോട്ടം ഫ്ലാഞ്ചിൻ്റെ ലെങ്ത്ത് ഇത്രയാണ്. പക്ഷേ ടോപ്പ് ഫ്ലാഞ്ചിൻ്റെ ലെങ്ത്ത് ചെറുതാണ്. നമുക്കത് ഫുൾ ലെങ്ത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് മെയിൻ ബീം ടോപ്പ് ഫ്ലാഞ്ച്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടി വരും ടോപ്പ് ഫ്ലാഞ്ച് ഓഫ് സെക്കൻഡറി ബീം. പിന്നെ ബോൾട്ടുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ ഞാൻ 3 ബോൾട്ടുകൾ എന്നാണ് പറഞ്ഞത്. ഈ ഡയഗ്രത്തിൽ 4 ബോൾട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പർ ഓഫ് ബോൾട്ട്സ് ശ്രദ്ധിക്കുക, അത് ഡിസൈൻ പാരാമീറ്റർ ആണ്. ഡിസൈൻ അനുസരിച്ച് മാറും. നമുക്ക് 3 അല്ലെങ്കിൽ 4 യൂസ് ചെയ്താലും ഏത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വെബ് ക്ലീറ്റ് ആംഗിൾ ഉണ്ട്. അതുപോലെ ഇങ്ങേ സൈഡിലും ഇതുപോലെ ഒരു വെബ് ക്ലീറ്റ് ആംഗിൾ ഉണ്ടാവും. അത് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് ഈ 4 ബോൾട്ടുകളും വെക്കുന്നത്, അല്ലെങ്കിൽ 3 ബോൾട്ട് വെക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരു 3 ബോൾട്ട് കാണാം. അത് മെയിൻ ബീമിൻ്റെ വെബിലേക്കുള്ള കണക്ഷനാണ്. അത് ആക്ച്വലി ഈ ഡയഗ്രത്തിൽ ഇവിടെ കാണിച്ചിട്ടില്ല. ഇവിടെ അത് ഒരു വെൽഡിങ് എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഈ ഫിഗർ അങ്ങനത്തെയാണ്. ഫിഗർ കോപ്പി ചെയ്തപ്പോഴുള്ള മിസ്റ്റേക്കാണ്. ആക്ച്വലി ഇവിടെ ഇവിടെയും 3 ബോൾട്ടുകൾ ഇവിടെ ഉണ്ടെന്നുള്ള അസംഷനിൽ വേണം ഈ പിക്ചർ നോക്കിക്കാണാൻ. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. 2 steel beams mutually intersects the details given below. Main beam ISLB 500 at 750 Newton per meter. അപ്പോൾ ഇത് ന്യൂട്ടണിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സ്റ്റീൽ ടേബിളിൽ ചില സ്റ്റീൽ ടേബിളിൽ കിലോഗ്രാമിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇതിനെ
9.81 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 750/9.81 ഓർ 500/200/10 എന്ന് പറഞ്ഞാൽ 500 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡെപ്തും ഈ ഡയമെൻഷൻ 500ഉം ഈ വീതി വിഡ്ത്ത് ഓഫ് ദ ഫ്ലാഞ്ച് 200ഉം തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് അതാണ് 10 mm എന്ന് പറയുന്നത്. ഈ തിക്നെസ് ആണ് 10 mm എന്ന് പറയുന്നത്. അതുപോലെ സെക്കൻഡറി ബീമിൻ്റെ ഡയമെൻഷൻ ISLB സെക്ഷനാണ് 300 at 372 Nm/m അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. ഇനി ക്ലീറ്റ് ആംഗിൾ 2 numbers ഓഫ് ISA 90-98 ആണ്. ഫ്ലാഞ്ച് ആംഗിൾ 2 ആക്ച്വലി ഇത് ഇവിടെ നമുക്ക് യൂസ് വരുന്നില്ല, ഇത് ഇഗ്നോർ ചെയ്തോളൂ. ഫ്ലാഞ്ച് ആംഗിൾ സാധാരണഗതിയിൽ ഈ സിമ്പിൾ ബീം കണക്ഷനിൽ യൂസ് ചെയ്യുന്നില്ല. പിന്നെയുള്ളത് മെയിൻ ബീം കവർ പ്ലേറ്റ് ആണ്. ഇതെന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. യൂസ് 16 mm diameter rivets. Draw the cross section showing main beam in section, connection showing secondary beam in section. അങ്ങനെ 2 സെക്ഷനുകൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നിൽ മെയിൻ ബീം സെക്ഷനിൽ വരുന്ന രീതിയിലും രണ്ടാമത്തേൽ സെക്കൻഡറി ബീം സെക്ഷനിൽ വരുന്ന രീതിയിലും. അപ്പോൾ അത് നോക്കാം എങ്ങനെയാണ് വരയ്ക്കാന്നുള്ളത്. ഇതിൽ ഒരു ഡയഗ്രാം ഒരു ഐസോമെട്രിക് വ്യൂ കൊടുത്തിട്ടുണ്ട്. മെയിൻ ബീം സെക്കൻഡറി ബീം കണക്ഷൻ 3 ബോൾട്ടുകൾ വെച്ചിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 500/180. അപ്പോൾ ഇത് ഈ സെക്ഷൻ ഡിഫറൻ്റ് ആണ്. ISLB 500 സെക്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ISLB 500 സെക്ഷൻ്റെ വീതി 200 mm ഇല്ല, 180 mm ഉള്ളൂ. നിങ്ങൾ സ്റ്റീൽ ടേബിളിൽ നിന്ന് എത്രയാണ് കിട്ടുന്നത് അതാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ക്വസ്റ്റനിൽ 200 എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് യൂസ് ചെയ്യരുത്. സ്റ്റീൽ ടേബിളിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ സെക്കൻഡറി ബീം അതായത് ക്രോസ് ബീം എന്ന് പറയുന്നത് ISLB 300 ആണ്. സോ 300/150 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ സെക്കൻഡറി ബീം ഒരു സൈഡിലാണ് കാണിച്ചിരിക്കുന്നത് മെയിൻ ബീമിൻ്റെ. സാധാരണഗതിയിൽ മെയിൻ ബീമിൻ്റെ മറ്റേ സൈഡിലും സെക്കൻഡറി ബീം ഉണ്ടാവും. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഇങ്ങേ സൈഡിലും കാണിച്ചിരിക്കണം എന്നുള്ളതാണ് രീതി. കാരണം ഈ സെക്കൻഡറി ബീം ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു ബീമായിരിക്കും. അതിൻ്റെ ഇടയിൽ ഒരു മെയിൻ ബീം വന്നതുകൊണ്ടാണ് അവിടെ ഒരു കണക്ഷൻ വേണ്ടി വന്നത്. അപ്പോൾ അത് കുറച്ച് മാറിയിട്ട് ഇവിടെ ഐസോമെട്രിക് വ്യൂവിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സെക്കൻഡറി ബീം വരുന്നത് അങ്ങേ സൈഡിലുള്ള. അതിൻ്റെ കൂടെയുള്ള 2 വെബ് ക്ലീറ്റ് ആംഗിൾസ് അത് രണ്ടും ഈ ഇതിൻ്റെ വെബിനോട് ചേർത്ത് വെച്ചിട്ടുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ 4 ബോൾട്ടുകളാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഡയഗ്രത്തിൽ 3 എണ്ണമാണ് കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി ഒരെണ്ണം കൂടി ഇവിടെ വരും, നല്ലത് കറക്റ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കട്ട് ഫോർ ദ ടോപ്പ് ഫ്ലാഞ്ച് ഓഫ് ദ സെക്കൻഡറി ബീം അതിവിടെ വ്യക്തമായി കാണാം. ടോപ്പ് ഫ്ലാഞ്ച് പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വെബിൻ്റെ കുറച്ച് പോർഷൻ അതും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കട്ട് ചെയ്യുന്നത് ഇത് സുഗമമായി ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലീറ്റ് ആംഗിൾ 90/90/8 ആണ്. ഇനി ഇവിടെ ഇതിൻ്റെ 2 സെക്ഷനുകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരയ്ക്കേണ്ട ഡീറ്റെയിൽസ് ഇത് രണ്ടുമാണ്. 2 സെക്ഷൻസ്. ഇതിന് 25 മാർക്കാണ് സാധാരണഗതിയിൽ എക്സാമിന് തരുന്നത്, ഈ 2 എണ്ണം വരച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് ഒന്ന് മെയിൻ ബീം സെക്ഷനിൽ വരുന്ന രീതിയിൽ എലിവേഷൻ വിത്ത് മെയിൻ ബീം ഇൻ സെക്ഷൻ. അതായത് ഇതാണ് മെയിൻ ബീം, അതിന് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കാണുന്ന ഒരു വ്യൂ. ഇതാണ് ഫസ്റ്റ് സെക്ഷൻ വരയ്ക്കേണ്ടത്, ഈ ഒരു വ്യൂ ആണ്. സെക്കൻഡ് വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നോക്കിക്കാണുന്നതാണ്. സെക്കൻഡറി ബീം എലിവേഷനിൽ വരുന്ന രീതിയിൽ. അപ്പോൾ ആദ്യം ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് വൺ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഐ സെക്ഷൻ കാണും, വലിയ ഐ സെക്ഷൻ കാണും. അത് 500 mm ഡെപ്തുള്ള. അതിൻ്റെ ക്രോസ് സെക്ഷൻ അവിടെ വരച്ചേക്കാം ആദ്യം തന്നെ. 180 mm വീതി, 500 mm ഡെപ്ത്, അത് രണ്ടും കൂടെ ഡയമെൻഷൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് സെക്കൻഡറി ബീമാണ്. സെക്കൻഡറി ബീം അതിൻ്റെ 4 ലൈൻസും നമ്മൾ കാണും. അതിൻ്റെ 2 ടോപ്പ് ഫ്ലാഞ്ചിൻ്റെ 2 ലൈൻസും ബോട്ടം ഫ്ലാഞ്ചിൻ്റെ 2 ലൈൻസും, അങ്ങനെ 4 ലൈൻസ് 1 2 3 4. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ടോപ്പിലുള്ള 2 ലൈൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കട്ട് ചെയ്തിരിക്കണം ഈ ഷേപ്പിൽ. ബോട്ടത്തിലെ ലൈൻ 2 ലൈൻ ഇതിൻ്റെ അറ്റം വരെ വരും. അപ്പോൾ ഇത് അതിനുശേഷം ഇത് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ഒരു
ടോളറൻസ്, കൺസ്ട്രക്ഷൻ ടോളറൻസിന് വേണ്ടി ഒരു 5 മില്ലിമീറ്റർ ഗ്യാപ്പ് ഈ മെയിൻ ബീമിൻ്റെ വെബുമായിട്ട് ഉണ്ടാക്കിയിരിക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഈ ബീം സെയിം ബീം തന്നെ അതർ സൈഡിലും വരയ്ക്കാം. അതർ സൈഡിൽ എന്ന് വെച്ചാൽ ഈ ബീമാണ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡറി ബീം കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇതേ രീതി സിമെട്രിക്കലാണ്. അത് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ക്രോസ് ബീം ISLB 300. ഇനി നമ്മൾക്ക് ഈ വ്യൂവിൽ കാണുന്നത് നമ്മുടെ ഈ ക്ലീറ്റ് ആംഗിളാണ്. ക്ലീറ്റ് ആംഗിളിൻ്റെ ഈ ഒരു ലെങ്ത്ത്, ഈ ഒരു ഹൈറ്റാണ് കാണുക. അവിടെ 2 ലൈൻ ഇവിടെ കാണും, ഇവിടെ ഒരു ലൈൻ കാണും. അതുപോലെ തന്നെ ഈ 1, 2, 3 ഈ 3 അല്ലെങ്കിൽ നമ്മൾ 4 ബോൾട്ടുകൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 4 ബോൾട്ടുകളും കാണും. അപ്പോൾ ക്ലീറ്റ് ആംഗിൾ ഇങ്ങനെ ടോപ്പ് മുതൽ ഇത്രയും ആംഗിൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാം. അത് മെയിൻ ബീമിൻ്റെ വെബ് വരെ വരയ്ക്കുക. വെബിനോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ. ഇതാണ് ക്ലീറ്റ് ആംഗിൾ വരിക. അതിൻ്റെ തിക്നെസ്, അതിൻ്റെ ലെഗ് തിക്നെസ് അത് ആ ലൈനും വരയ്ക്കാം. ദെൻ നമ്പർ ഓഫ് ബോൾസ് നമുക്ക് 4 ആണെങ്കിൽ 4 വരയ്ക്കാം. ഇവിടെയും കാണിക്കുന്നത് സെയിം ആയിരുന്നാൽ മതി. 3 ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും 3 കാണിക്കാം. 4 4. അതിനുശേഷം ഇത് സെയിം അറേഞ്ച്മെൻറ്റ് ഇത് മിറർ ചെയ്ത പോലെ ഇവിടെയും കാണിക്കാം. അവിടെ എഴുതാതെ ക്ലീറ്റ് ആംഗിൾസ് 2 ISA 9098. അതിനുശേഷം ഇതിൻ്റെ ഒരു ബോൾട്ടിൻ്റെ സ്പേസിങ് അതുണ്ടെങ്കിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഈ ഹോളുകൾ എവിടെയൊക്കെ ഇടണം എന്നുള്ളത് അതും നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഏറ്റവും എഡ്ജിൽ വരുന്ന ബോൾട്ടുകൾക്ക് ഒരു 30 മില്ലിമീറ്റർ എഡ്ജിൽ നിന്ന് ഒരു 30 മില്ലിമീറ്റർ സെൻറ്ററിലേക്ക്, ബോൾട്ടിൻ്റെ സെൻറ്ററിലേക്ക് 30, ഈ സൈഡിലും ബോൾട്ടിൻ്റെ സെൻറ്ററിലേക്ക് 30. അപ്പോൾ 60 mm അവിടെ പോയി. ബാക്കി ടോട്ടൽ ഹൈറ്റ് എത്രയാണോ അവൈലബിൾ, അതായത് ഈ ക്ലീറ്റ് ആംഗിളിൻ്റെ ലെങ്ത്ത് അത് ആക്ച്വലി ഈ ലെങ്ത്ത് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സൂട്ടബിളി അസ്യൂം ചെയ്യാം. ഇപ്പോൾ 300 mm ആണ് ടോട്ടൽ. അപ്പോൾ ടോപ്പിൽ ഒരു 50 mm വിട്ടേക്കാം. ഈ കട്ടിൻ്റെ ഡെപ്ത്ത് ബോട്ടത്തിൽ നിന്നും ഒരു 50 മില്ലിമീറ്റർ, ടോട്ടലി ഒരു 100 മില്ലിമീറ്റർ മൈനസ് ചെയ്തേക്കാം. 300 ഈ സെക്കൻഡറി ബീമിൻ്റെ ഹൈറ്റ് എത്രയാണോ അതിനകത്തുനിന്നൊരു 100 മില്ലിമീറ്റർ കുറയ്ക്കാം. അപ്പോൾ 200 ആണ് കിട്ടുന്നത്. ആ 200 ലെങ്ത്തുള്ള ക്ലീറ്റ് ആംഗിളാണ് യൂസ് ചെയ്യേണ്ടത്. ഈ 200 mm നിന്ന് 60 മില്ലിമീറ്റർ പോയി. സോ നിങ്ങൾക്ക് കിട്ടുന്നത് 140 മില്ലിമീറ്റർ ആണ്. അതിനെ നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. 1, 2, 3. അത് എത്രയാണോ വരുന്നത് അതിവിടെ ഇവർ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ 60 മില്ലിമീറ്റർ വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത് മാർക്ക് ചെയ്യാം. ഓക്കെ. ഇതുകൂടാതെ ഈ കൺസ്ട്രക്ഷൻ ടോളറൻസിന് വേണ്ടി വിട്ടിരിക്കുന്ന 5 മില്ലിമീറ്റർ അതും ഇവിടെ അതും നിങ്ങളിവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇവിടെ ആരോ മാർക്ക് ഇട്ടിട്ട് ഗ്യാപ്പ് 5 mm എന്ന് എഴുതി വെച്ചേക്കാം. ഗ്യാപ്പ് 5 mm എന്നുള്ളത് എഴുതി വെച്ചേക്കാം. സോ ഇറ്റ് ഈസ് വെരി ക്ലിയർ. അപ്പോൾ ഇതാണ് മെയിൻ ബീമിൻ്റെ സെക്ഷനിൽ വരുന്ന രീതിയിലുള്ള വ്യൂ. ഇതിന് നിങ്ങൾക്ക് 15 മാർക്സാണ് ലഭിക്കുക. ഇനി അടുത്തത് സെക്കൻഡറി ബീം. അത് സെക്ഷനിൽ വരുന്ന രീതിയിലുള്ള വ്യൂ ആണ് വരയ്ക്കേണ്ടത്. ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് യു വിൽ സി ക്രോസ് സെക്ഷൻ ഓഫ് ദ സെക്കൻഡറി ബീം. സെക്കൻഡറി ബീം 300 ഹൈറ്റും 150 ഡെപ്തുള്ള സെക്കൻഡറി ബീം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ യു വിൽ സി ദ മെയിൻ ബീം. മെയിൻ ബീം നമ്മൾ കാണുന്നത് മെയിൻ ബീമിൻ്റെ ടോട്ടൽ ഹൈറ്റാണ് കാണുക. അതൊരു എലിവേഷനിൽ കാണുന്ന രീതിയിൽ 4 ലൈൻസ് കാണും. 500 മില്ലിമീറ്റർ ഹൈറ്റുള്ള 4 ലൈൻസ്. അപ്പോൾ ആ 4 ലൈൻസ് നിങ്ങൾ ഇവിടെ വരയ്ക്കുക. 500 മില്ലിമീറ്റർ ഹൈറ്റ് വരുന്ന രീതിയിൽ. പിന്നെ അത് കട്ട് ലൈൻ വരയ്ക്കുക 2 എൻഡിലും. ഈ കട്ട് ലൈൻ നേരത്തെയും വരയ്ക്കണം സെക്കൻഡറി ബീമിന്. ഇത്രയും കാര്യങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് യു വിൽ സീ ദ ആംഗിൾ. 2 സൈഡിലും ആംഗിൾ ഉണ്ടാവും. ഈ സൈഡിലും ഉണ്ടാവും, ഇതിൻ്റെ ഇങ്ങേ സൈഡിലും ഉണ്ടാവും. ആ 2 ക്ലീറ്റ് ആംഗിളും രണ്ടും മാർക്ക് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതിനും നമ്പർ ഓഫ് ബോൾസ് സെയിം തന്നെ യൂസ് ചെയ്യാം. ഈ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇതിൽ മെയിൻ ബീമിന് അങ്ങനെ ഒരു കട്ട് ഉണ്ടാവോ ഒരു കൺഫ്യൂഷൻ ചില സ്റ്റുഡൻസിന് ഉണ്ടാവാറുണ്ട്. പക്ഷേ അങ്ങനെ കട്ട് ഉണ്ടാവില്ല. മെയിൻ ബീം ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു മെമ്പറാണ്. അതിന് കട്ട് ചെയ്യാൻ പാടില്ല ഒരിക്കലും. അപ്പോൾ ഏത് വ്യൂവിൽ നോക്കിയാലും മെയിൻ ബീമിന് കട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2 വ്യൂസ് വരയ്ക്കാനായിട്ട് നിങ്ങൾക്ക്
ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ ബോൾട്ട് 16 mm ഡയമീറ്റർ ആണെന്നുള്ളത് അതും നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വ്യൂവിൽ റിവറ്റ്സ്, ഇവിടെ റിവറ്റ്സ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ റിവറ്റ്സ് 16 mm റിവറ്റ്സ് എന്നുള്ളത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി സാധാരണഗതിയിൽ ഇത്രയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇവിടെ സ്പെഷ്യലായിട്ട് ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മെയിൻ ബീം കവർ പ്ലേറ്റ് 250/10 mm. അപ്പോൾ ഈ കവർ പ്ലേറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. 250 വീതിയും 10 mm തിക്നെസ് ഉള്ള ഒരു പ്ലേറ്റ്, അത് മെയിൻ ബീമിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഡ്രോയിങ്ങിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡ്രോയിങ്ങിനകത്ത് കാണിച്ചിരിക്കണം. ഇവിടെ കവർ പ്ലേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഒരു ബീം, ഒരു ഐ സെക്ഷൻ ബീം കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ലോഡ് വരുന്നതിനനുസരിച്ചിട്ടാണ് ആ ബീമിൻ്റെ ഒരു സൈസ് ഫിക്സ് ചെയ്യുന്നത്. ഈ ബീമിന് ഇത്ര ഡെപ്ത്, ഈ IS MB 500 എന്ന് പറയുന്ന ബീമാണ് ഇനി യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ലോഡ്, സ്പാൻ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നോക്കിയിട്ടാണ്. അപ്പോൾ ഇതിനെ ഡിസൈനിൽ ഇത് സേഫ് ആവുന്നില്ലെങ്കിൽ ഇതിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഇപ്പോൾ ഫ്ലാഞ്ച് സഫീഷ്യൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ, ടോപ്പ് ഫ്ലാഞ്ചും ബോട്ടം ഫ്ലാഞ്ചും തിക്നെസ് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് അഡീഷണൽ പ്ലേറ്റുകൾ യൂസ് ചെയ്യും. ഈ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്ത്തിൽ ഇതിനകത്ത് ഈ ബോട്ടം ഫ്ലാഞ്ചിൻ്റെ കൂടെ ഒട്ടി നിൽക്കുന്ന രീതിയിൽ, അതുപോലെ ടോപ്പ് ഫ്ലാഞ്ചിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഉള്ള പ്ലേറ്റുകൾ യൂസ് ചെയ്യും. അങ്ങനെയുള്ള പ്ലേറ്റുകളെ പറയുന്നതാണ് കവർ പ്ലേറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് മെയിൻ ബീം കവർ പ്ലേറ്റ് 250/10 mm എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, കവർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ മെയിൻ ബീം, ഇതാണ് മെയിൻ ബീം വരുന്നത്. ഈ മെയിൻ ബീമിൻ്റെ ടോപ്പ് ഫ്ലാഞ്ച് നോക്കാം. ഈ ടോപ്പ് ഫ്ലാഞ്ചിൻ്റെ കൂടെ നിങ്ങൾ ഒരു പ്ലേറ്റ് അതിൻ്റെ മുകളിൽ ആഡ് ചെയ്യാം. ഈ പ്ലേറ്റിന് ഒരു തിക്നെസ് ഉണ്ടാവും, 10 mm തിക്കുള്ള ഒരു പ്ലേറ്റ് ആയിരിക്കും. അപ്പോൾ ഇൻ ഇഫക്റ്റ് ഫ്ലാഞ്ചിൻ്റെ തിക്നെസ്, ഫ്ലാഞ്ചിൻ്റെ ഒരു സ്റ്റീൽ ഏരിയ കൂടുകയാണ് ചെയ്യുന്നത്. അതും ഈ കവർ പ്ലേറ്റ് ഒരു ഫ്ലാഞ്ചിൻ്റെ പോർഷനായിട്ട് തന്നെ ആക്ട് ചെയ്യും. ഫ്ലാഞ്ച് വലിയൊരു ഫ്ലാഞ്ച്, തിക്നെസ് വെയിറ്റ് കൂടുതലുള്ളൊരു ഫ്ലാഞ്ചായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അത് ഈ ക്വസ്റ്റിനകത്ത് 180 mm ആണ് ആക്ച്വലി ഈ ഫ്ലാഞ്ചിൻ്റെ വീതി, പക്ഷേ ഇത് യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 250 ആണ്. അപ്പോൾ രണ്ട് സൈഡിലേക്കും കുറച്ചുകൂടി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും, കുറച്ചുകൂടി വലിപ്പമുള്ളതായിരിക്കും കവർ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ ടോപ്പിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ബോട്ടത്തിലും കൊടുത്തിരിക്കണം, അതാണ് റൂള്. ബോട്ടത്തിലും ടോപ്പിലും ഓരോ കവർ പ്ലേറ്റുകൾ ഈ രീതിയിൽ 10 mm തിക്കുള്ള 250 mm വിഡ്ത്തുള്ള കവർ പ്ലേറ്റ്സ് വെച്ച് നമ്മൾ മെയിൻ ബീമിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കണം. അത് ഈ ക്വസ്റ്റ്യനിൽ മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ്. സെക്കൻഡറി ബീമിന് അത് വേണ്ട. നമ്മൾ ഈ ഡ്രോയിങ്ങിൽ അത് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിവിടെ നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു വ്യൂവിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈ ഒരു വ്യൂവിൽ നോക്കുമ്പോൾ ഇതാണ് മെയിൻ ബീം വരുന്നത്. അതിൻ്റെ ടോപ്പിൽ എന്ത് വേണം? ഇതിൻ്റെ ടോപ്പിൽ 10 mm ഹൈറ്റിൽ 250 mm വീതിയിൽ, ഇത് 10 mm, ഇത് 250 വീതിയിൽ കവർ പ്ലേറ്റ് കാണിക്കാം. അതിന് ഇതുപോലെ ഇതേ ഷെയ്ഡ് തന്നെ ചെയ്ത് കൊടുക്കുക. ഇൻക്ലൈൻഡ് കട്ട് ചെയ്യുന്ന ഇതിന് നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ക്ലോസർ ലൈൻസാണ് വരയ്ക്കാം. അത് ബോട്ടത്തിലും വരച്ചു കൊടുക്കുക. സ്റ്റീൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ക്ലോസർ ഇൻ്റർവെൽസിലുള്ള ലൈൻസാണ് ഇവിടെയൊക്കെ, അതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത് ഈ ഒരു വ്യൂവിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ ഇതിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫ്ലോറ് രണ്ട് ലെവലിലായി, ഒരു 10 mm ഹൈറ്റ് ഇവിടെ കൂടി. അപ്പോൾ ഇത് അക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ ഈ 10 mm താഴ്ത്തണം. ഏതാണ് താഴ്ത്തേണ്ടത്? നമുക്ക് താഴ്ത്തേണ്ടത് ഈ രണ്ട് കവർ പ്ലേറ്റുകളും ഈ മെയിൻ ബീമിനോട് കൂടി 10 mm താഴ്ത്തുക. അതായത് കവർ പ്ലേറ്റിൻ്റെ ടോപ്പും സെക്കൻഡറി ബീമിൻ്റെ ടോപ്പും സെയിം വരുന്ന രീതിയിൽ. ഇത് ആസ് സച്ച് ഇത് ഫുള്ളായിട്ട് ഇത്രയും ഭാഗം അത് താഴ്ത്തിയിട്ട് വരയ്ക്കാം, 10 mm താഴ്ത്തിയിട്ട് വരയ്ക്കാം. ഓക്കെ. അതർവൈസ് ഈ പ്ലേറ്റ് മാത്രം പൊന്തി നിൽക്കും, നമുക്ക് അവിടെ ഫ്ലോറായിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല. ഇനി ഇത് മറ്റേ വ്യൂവിൽ, അടുത്ത എലിവേഷൻ വിത്ത് ക്രോസ് ബീം ഇൻ സെക്ഷൻ, അതായത് ഇങ്ങനെയുള്ള വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിൻ ബീമിൻ്റെ ബോട്ടത്തിൽ
ഇനിയൊരു റെക്റ്റാങ്കിൾ കൂടി കാണും. റെക്റ്റാങ്കിൾ മീൻസ് ബോട്ടത്തിൽ ഒരു ലൈൻ വരുള്ളൂ, അടുത്ത ലൈൻ എക്സിസ്റ്റിംഗ് ലൈനായിട്ട് കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ ഒരു 500ൻ്റെ കൂടെ ഒരു 10 mm ഇവിടെ മാർക്ക് ചെയ്യണം അഡീഷണലായിട്ട്. 10 mm ടോപ്പിൽ അതുപോലെ ഒരു 10 mm വരും ഹൈറ്റ്. അപ്പോഴും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡറി ബീമിൻ്റെ ടോപ്പും കവർ പ്ലേറ്റിൻ്റെ ടോപ്പും സെയിം ലെവലല്ല. അപ്പോൾ ഈ ഡ്രോയിങ്ങിൽ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഈ സെക്കൻഡറി ബീമിൻ്റെ ക്രോസ് സെക്ഷനും അതുപോലെ ഈ എല്ലാ ക്ലീറ്റാങ്കിൾസും 2 ക്ലീറ്റാങ്കിൾസും ഒരുമിച്ച് ഇത്രയും കാര്യങ്ങൾ 10 mm ഉയർത്തി വരയ്ക്കാം. ഓൺലി തിങ് നമുക്ക് ഈ കവർ പ്ലേറ്റിൻ്റെ ടോപ്പും സെക്കൻഡറി ബീമിൻ്റെ ടോപ്പും സെയിം ലെവലിൽ തന്നെ വരണം എന്നുള്ളതാണ്. അതിനനുസരിച്ച് മോഡിഫൈ ചെയ്ത് വരച്ചാൽ മതി. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. With this, I will conclude this session on preparation of joint details for beam to beam connection.